ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇടിയപ്പമാണ്. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നല്ല തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് വീത്തി കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് വീത്തി കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് വീട്ടിൽ നമ്മൾ നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ ഓരോ ബോൾസ് ആക്കിയ ശേഷം അത് നമുക്ക് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ ബോൾസാക്കി നമ്മൾ സേവനാഴിയിലിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡലി തട്ടെടുത്ത് അതിലേക്ക് എണ്ണ തേച്ച് കൊടുത്ത ശേഷം കുറച്ച് തേങ്ങ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സേവനാഴി നിറച്ച് വെച്ചേക്കുന്ന ആ ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്കിതിലേക്ക് സേവനാഴി വരെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ തട്ടിലും നമുക്കിതുപോലെ ഒന്ന് പിടിച്ച് വെക്കണം. തേങ്ങ ഇട്ടതിന് ശേഷമാണ് നമ്മളിതുപോലെ ഒന്ന് പിടിച്ച് വെക്കുന്നത്. അപ്പം നമ്മുടെ ഇടിയപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് ഇഡലി തട്ടിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. കുട്ടികൾക്കൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.